पहले यहाँ पर कुछ गंदे लोग आए थे, लेकिन अंधभक्त आए थे और पूरी टीम बनाकर आए थे। उन्होंने पापा पे हमला किया और उनको बहुत ज्यादा चोट लग गई है। आपने भी रिक्वेस्ट है, प्लीज यहाँ पर आ जाओ ताकि മഹാരാഷ്ട്രയിലെ കോലാപൂരിലെ BJPയുടെ ഒരു പരിപാടി. ഈ പരിപാടിയിൽ BJPയുടെ ഒരു അധ്യക്ഷ വന്ന് ചോദിക്കുന്നതാണ്, രാജ്യം ആരുടെ കയ്യിലാണ് സുരക്ഷിതം, മോദിജിയുടെ കയ്യിലാണോ അതോ രാഹുൽ ഗാന്ധിയുടെ കയ്യിലാണോ എന്ന്. അവിടെ കൂടിയിരിക്കുന്ന സകല ആളുകളും വിളിച്ചു പോയി അത് രാഹുൽ ഗാന്ധിയുടെ കയ്യിലാണ്. അതോടുകൂടി പെട്ടുപോയ ഒരു BJP കൗൺസിലറാണ് നമ്മളിപ്പോൾ കണ്ടത്. राहुल गांधी हा एकच पर्याय दिसतोय मला. मग उद्या राहुल गांधींच्या हातात तुम्ही देश देणार आहात का नरेंद्र मोदींच्या हातात देश देणार आहात? अरे वा. ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഗോദി മീഡിയ ഈ രാഹുലിൻ്റെ പേര് മാക്സിമം എവിടെ നിന്നും മറച്ചു വെക്കാനേ നോക്കാറുള്ളൂ. രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാണ്ട്, കേൾക്കാണ്ട്, കാണാണ്ട്, അതുപോലെ തന്നെ മോദി പറയുന്ന മണ്ടത്തരങ്ങളെല്ലാം വലിയ എന്താ പറയുക ഭൂലോക സംഭവങ്ങളാക്കി അല്ലെങ്കിൽ വിശ്വ ഗുരുവയാക്കി ഇങ്ങനെ കൊണ്ടു നടക്കുക എന്നല്ലാണ്ട് രാജ്യത്തെ ആളുകൾ കേട്ട് തുടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസിനെ പറ്റിയിട്ടും മറ്റ് രാജ്യം അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുമൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിപ്പം സാധാരണ ജനങ്ങൾ കൂടുതൽ മോദിയുടെ തള്ളിനേക്കാൾ കൂടുതൽ കേൾക്കുന്നത് രാഹുൽ പറയുന്ന കാര്യങ്ങളാണ്. അതാണ് ഈ ഒരു പരിപാടിയിൽ ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ നീറ്റ് എക്സാം എടുത്ത് നോക്കൂ, ഈ കോക്രോച്ച് പരിപാടി അല്ലെങ്കിൽ കോക്രോച്ചിൻ്റെ പരിപാടികളൊന്നും കാണുന്നില്ലല്ലോ. കോക്രോച്ചിൻ്റെ പരിപാടികളൊക്കെ അല്ലെങ്കിൽ അമ്പിപ്പോയോ അവർ തൊറ്റുപോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മലൻ TV പോലത്തെ TVകളൊന്നും ഛർദ്ദിക്കുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നതല്ല. കഴിഞ്ഞ 5 ദിവസമായിട്ട് 24/7 അവിടെ 500 കുറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ 1000 കുറഞ്ഞ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് വിജയം. BJP ഒരു പരിപാടി അവതരിപ്പിച്ച എന്താ അവസ്ഥ? ആളുകളെ കൊണ്ടുവരണം. മോദിനെ കാണെങ്കിൽ പൂവും പൊട്ട് പൂജിക്കണമെങ്കിൽ 500 റുപ്യം ബിരിയാണിയും കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വരത്തുള്ളൂ. ഇപ്പം മോദിയുടെ ഓരോ പരിപാടി കഴിഞ്ഞ് ഉത്തരേന്ത്യയിൽ നിന്ന് പോകുമ്പോൾ ആളുടെ കയ്യിലുണ്ടാവും 500 1000 ഒരു പാക്കറ്റ് ഭക്ഷണമുള്ളത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വന്നു. അതല്ലാണ്ട് BJP നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ BJP ഒരു പരിപാടി അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 24/7 ഒരു പരിപാടി അവതരിപ്പിച്ച് കഴിഞ്ഞാലല്ലോ വിത്തിൻ മണിക്കൂറുകൾക്കൊക്കെ സ്റ്റേജ് കാലിയാവുന്നത് നമ്മൾ ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ കയ്യിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും കയ്യിലുള്ള വോട്ടിംഗ് മെഷീനുകളും കയ്യിലുള്ള SIRും കയ്യിലുള്ള എന്താ പറയുക ഇലക്ഷൻ കമ്മീഷൻ ഉള്ളിടത്തോളം കാലം BJPക്ക് ഭയക്കാണ്ട് പോകാൻ പറ്റുന്ന ഒരേ ഒരു സംഭവം അത് തെരഞ്ഞെടുപ്പ്. അതല്ലാതെ എന്ത് തൊട്ട് കഴിഞ്ഞാലും BJPക്ക് പേടി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ തുടക്കത്തിൽ ഈ ഒരു കാര്യം കാണിച്ചെങ്കിലും ഇന്നലെ എന്താ പറയുക നീറ്റ് എക്സാം കഴിഞ്ഞ് ഈ പറഞ്ഞ CJPയുടെ പരിപാടിയിൽ പ്രൊട്ടസ്റ്റിലോട്ട് വന്നുകൊണ്ടിരുന്ന ഒരു കുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കുട്ടീനെ അതുപോലെ തന്നെ അതിൻ്റെ പാരൻസിനെയും അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന BJP ഗുണ്ടകളെ പറ്റിയിട്ടാണ് ആ സംസാരിച്ചിട്ടുള്ളത്. ആ ഒരു വീഡിയോയുടെ ക്ലിപ്പ് ഞാനിവിടെ വെക്കാം. ഇതാണ് ആ വീഡിയോയുടെ ക്ലിപ്പ്. पहले यहाँ पर कुछ गंदे लोग आए थे, लेकिन अंधभक्त आए थे और पूरी टीम बनाकर आए थे। उन्होंने पापा पे हमला किया और उनको बहुत ज्यादा चोट लग गई है। आपने भी रिक्वेस्ट है, प्लीज यहाँ पर आ जाओ ताकि ഈ ക്ലിപ്പിന്റെ ആസ്പദമായിട്ടുള്ള കാര്യം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിനിടയിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇന്നലെയും മിനിയാന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ട് ചെല്ലുന്ന ആളുകളെ വഴിയിൽ വെച്ച് തന്നെ തടയുക, അടിക്കുക, പിടിക്കുക, ഇതൊക്കെയാണ് ഇപ്പം BJPയുടെ ഗുണ്ടകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധത്തിൽ പങ്കെടുക്കാമെന്ന ഒരു പെൺകുട്ടിയും അവളുടെ പിതാവും ക്രൂരമായിട്ട് ആക്രമിക്കപ്പെട്ട് എന്നുള്ളതിനുള്ള സ്ഥലത്താണ്. അത് 3 വെച്ചിട്ടാണ്, ഒരു സ്ഥലത്തല്ല 3 പല സ്ഥലങ്ങളിൽ ഇവർ മാറി മാറി നിന്നിട്ട് അങ്ങോട്ട് വരുന്ന ആളുകളെ പേടിപ്പിച്ചിട്ടും ഭയപ്പെടുത്തിയിട്ടും പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം ജന്തർ മന്ദറിന്റെ സമീപ പ്രദേശത്ത് നടക്കുന്നത്. പോലീസുകാർ ഇതിന് പ്രത്യേകിച്ച് ആക്ഷനൊന്നും എടുക്കാറില്ല. പോലീസുകാർ കണ്ണടച്ച് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതിൻ്റെ ഇടക്കാണ് വിദ്യാഭ്യാസ മന്ത്രി നീറ്റ് എക്സാമിന് അല്ലെങ്കിൽ ഇതുവരെ തുറക്കാത്ത ചോർന്നു പോയ പേപ്പറിൻ്റെ കാര്യങ്ങളോ ചോർന്നു പോയ ക്വസ്റ്റ്യൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപരാധങ്ങൾക്കൊന്നും മറുപടി പറയാണ്ട് ആകെ പറഞ്ഞ മറുപടി ഇതാണ്. അതായത് CJP പ്രതിഷേധക്കാർ അവരൊക്കെ രാജ്യദ്രോഹികളും അതല്ലെങ്കിൽ ഭീകരവാദികളുമാണെന്നാണ് നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ പ്രസ്താവന എങ്ങനെയാണ്? ഭീകരവാദ മാനസികാവസ്ഥയുള്ളവർ. ഇത്രയും വലിയ ഇത്രയും വലിയ പേപ്പർ ചോർത്തി ഒന്നല്ല പല പരീക്ഷകൾ പൊതുപരീക്ഷകളുടെ പേപ്പർ ചോർത്തിയ ആളുകളെ പറ്റി ചോദിക്കുമ്പം അവരെല്ലാം പുണ്യാളന്മാരും BJPയുടെ കൊണയ്ക്കുന്ന കൊണാണ്ടർമാരും. അതല്ലാണ്ട് ഇതിനെപ്പറ്റി പ്രതിഷേധിക്കാമെന്ന ആളുകൾ ആരൊക്കെയാണ്? രാജ്യദ്രോഹികളും രാജ്യവിരുദ്ധരും ഭീകര മാനസികാവസ്ഥയുള്ള ആൾക്കാരും. कुछ दूर जंतर मंतर पर एक कॉकरोच जनता पार्टी आई है, वो भी अपना प्रदर्शन कर रही है इसी मुद्दे को लेकर के। उस बारे में आप क्या कहेंगे? ये तो दहशतगर्दों का B टीम है, जिन लोगों को प्रजातंत्र ने सरे से अस्वीकार किया, वो छद्म रूप में आके इस प्रकार की
व्यवस्था के पीछे पड़े हैं। ഇത്രയും ഉളുപ്പില്ലാത്ത മന്ത്രിമാരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ചോദ്യം ഇന്നലെ CJPയുടെ പരിപാടിയിൽ ഒരു അമ്മ ചോദിക്കുന്നുണ്ട്. മരിച്ച 18 കുട്ടികളെ, സൂയിസൈഡ് ചെയ്ത 18 കുട്ടികളും ഹിന്ദു കുട്ടികളാണ്. അതിലാരും ദളിതരും ഇല്ല, ഒരു മുസ്ലിമും ഇല്ല, ഒരു ക്രിസ്ത്യനും ഇല്ല. ഈ 18 എണ്ണം മരിച്ചത് ഹിന്ദുവാണ്. അപ്പോൾ എന്തുകൊണ്ട് ഹിന്ദു കണ്ണ് തുറക്കേണ്ട ഇവിടെ? അതല്ലെങ്കിൽ BJPക്ക് എന്തേ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ഹിന്ദു കുട്ടികൾ മരിക്കുമ്പം എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഒരു പാരന്റ് ഇന്നലെ അവിടെ വന്നിട്ട്. അപ്പോൾ ഇതാണ് ഈ BJP അല്ലെങ്കിൽ എന്താ പറയുക BJPക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സിസ്റ്റത്തിനെതിരെ ഉള്ള ഒരു പരിപാടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞത് ആളുകളുടെ മനസ്സിലോട്ട് ദിവസം ചെല്ലുന്തോറും ഇത് കൂടിക്കൂടി വരികയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അധോഗതിയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഗോദി മീഡിയ മാറി ഒരുപാട് ആൾക്കാർ, ഈ ഗോദി മീഡിയക്കാരല്ലാത്ത ആളുകളൊക്കെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളും അല്ലെങ്കിൽ CJP പ്രൊട്ടസ്റ്റ് പരിപാടികളും ബാക്കിയുള്ള ആളുകളുടെ യൂട്യൂബ് ചാനലുകളോ കണ്ടിട്ട് രാജ്യത്ത് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ BJPയുടെ വേദിയിൽ പോലും മോദി ആരാണെന്ന് അറിയാണ്ട് രാഹുൽ ഗാന്ധിയുടെ പേര് അറിയാണ്ട് പറഞ്ഞു പോയത്. ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞ പല കാര്യങ്ങളും നമുക്കറിയാം. യുദ്ധം തുടങ്ങുന്നതിൻ്റെ മുമ്പും യുദ്ധത്തിന് മുമ്പും യുദ്ധത്തിന് ശേഷവും നമ്മുടെ രാജ്യം ഏത് തരത്തിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് മോദിയുടെ ട്രിപ്പുകൾ ആഘോഷമാക്കുന്നത്. മോദി മെലഡി കൊടുത്തത് അതൊരു മെലോണി ആയിട്ട് നമ്മുടെ മുമ്പിലോട്ടൊക്കെ ഈ ഗോദി മീഡിയ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരു കാര്യങ്ങളും ഈ ഗോദി മീഡിയ കാണിക്കാറില്ല. ഈ കാണിക്കുന്ന മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും കണ്ട് വെറും വിഡ്ഢികളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘിക്കൂട്ടം നമ്മുടെ കേരളത്തിലുണ്ട്, ഇന്ത്യയിൽ മൊത്തത്തിലുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രസ്താവനകളുണ്ടായി രാജ്യം ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ ഇത്തരം എക്സാമുകൾ അട്ടിമറിക്കുന്നത്, അതേ സമയത്ത് നമ്മളെ ഫിനാൻഷ്യലി എങ്ങനെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി പുള്ളി പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലേ. അത് ഇന്നത്തെ ഇപ്പം പ്രധാനമന്ത്രിയുടെ ഓഫീസിലുള്ള ആളുകൾ തന്നെ പുള്ളിക്ക് വിവരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ CBI, NIA, ED ഇവിടെയൊക്കെയുള്ള പല ഉദ്യോഗസ്ഥരും അവർക്ക് പണിമെടുത്തു എന്നുള്ള രീതിയിൽ നേരിട്ട് രാഹുൽ ഗാന്ധിയോട് സംസാരിക്കുന്നുണ്ടെന്നുള്ള പ്രസ്താവന പുള്ളി പറഞ്ഞിരുന്നു. അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ സുർജീത് ബല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്. 2017 മുതൽ 2018 വരെ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അംഗമായിരുന്നു. നിലവിൽ BJPയുടെ സാമ്പത്തിക മാനേജ്മെന്റ് ഏറ്റവും തരം താഴ്ന്ന രീതിയിലാണെന്നാണ് പുള്ളി കഴിഞ്ഞ ദിവസം ഒരു പേപ്പറിന് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പത്രത്തിന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ പുള്ളി പറഞ്ഞിട്ടുള്ളത്. അതായത് BJPക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒന്നും അറിയില്ല. അവർക്ക് ആകെ അറിയുന്നത് ആളുകളെ തമ്മിലടുപ്പിച്ച് ഭരണം പവറും കയ്യിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ അവസ്ഥ വളരെ മോശമാണെന്നാണ് സുർജീത് ബല്ല പറഞ്ഞത്. അതുപോലെ ഇന്ത്യയുടെ മറ്റൊരു എക്കണോമിസ്റ്റ് ആയിരുന്നു അരവിന്ദ് സുബ്രഹ്മണ്യം. അരവിന്ദ് സുബ്രഹ്മണ്യൻ 2014 മുതൽ 2018 വരെ ചീഫ് എക്കണോമിസ്റ്റ് അഡ്വൈസറി ആയിരുന്നു പുള്ളി ഇന്ത്യയുടെ. അതുപോലെ തന്നെ ഇന്ത്യയുടെ രൂപയുടെ മൂല്യ തകർച്ചയും രാജ്യം നേരിടുന്ന കനത്ത സുരക്ഷ അതുപോലെ തന്നെ കനത്ത സാമ്പത്തിക വെല്ലുവിളികളും പുള്ളി സംസാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഭയങ്കര രീതിയിൽ ആശങ്ക പുള്ളി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവരൊക്കെ പിന്നെ മാറ്റിയിട്ടോ ഇത്തരം ചിന്തകളും ആശകളൊക്കെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്ന ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒന്നുകിൽ അവരായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം ചിന്തകൾ പറയുന്ന ആളുകളെ പുറത്താക്കാൻ BJP എപ്പോഴും മുൻകൈ എടുക്കാറുണ്ട്. അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുള്ള ഒരാളാണത്. അതുപോലെ തന്നെ സഞ്ജയ് ബാരു എന്ന് പറഞ്ഞിട്ടുള്ളത് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മാധ്യമ ഉപദേശകനായിരുന്നു അദ്ദേഹം. നിലവിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ സർക്കാരിൻ്റെ പരാജയങ്ങൾ മറച്ച് വെക്കപ്പെടുകയാണെന്നാണ് പുള്ളി കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാവും എന്ന് ആഘോഷിച്ച് മോദി വരെ നമ്മളൊക്കെ മുമ്പിൽ വന്ന് തള്ളി BJP തള്ളി നിന്റെ കണ്ണാക്കിൽ കയറ്റി വെച്ചിട്ടില്ല സംഖ്യയിലെ. എന്നിട്ട് ഇപ്പോൾ നമ്മൾ 3 നേരെ തേങ്ങ ഇങ്ങോട്ടാ പോയത് 4 നമ്മൾ 6ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ കാണിക്കുന്ന ഗ്രോത്തിൽ നമ്മൾ ഗ്രോ ആണ്, എപ്പോഴും നമ്മൾ ഗ്രോത്ത് അല്ലേ. നമുക്ക് ഗ്രോത്ത് 7.2 ഒക്കെയാണ് നമ്മുടെ GDP ഗ്രോത്ത് കാണിക്കുന്നത്. എന്നിട്ടും ബാക്കി രാജ്യങ്ങളൊക്കെ GDP ഗ്രോത്തിൽ താഴോട്ടാണ് പോകുന്നത്. എന്നിട്ടും ഇന്ത്യയുടെ സ്ഥാനം അവിടെ പോകണില്ല. അതായത് 4-ന്ന് 3-ലോട്ട് പോയില്ല, 4-ന്ന് 6-ലോട്ട് തള്ളിപ്പോയി. അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ അത് ആലോചിച്ചാൽ മതി. നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക, സംഖ്യകളെ നിങ്ങളെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും ഇത്തരത്തിലുള്ള എന്താ പറയുക വിവരവും ബോധമുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക എന്നുള്ള ഒരു ഭാഗം എനിക്ക് തോന്നുന്നില്ല നിങ്ങളൊക്കെ സംസാരിക്കുന്നുള്ളത്. കാരണം നിങ്ങളൊക്കെ മെൻറ്റാലിറ്റി അങ്ങനെ ആയിപ്പോയി. തൊട്ടതിനും പിടിച്ചതിനും മതവും വിദ്വേഷവും മാത്രം സംസാരിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് രാജ്യത്ത് നടക്കുന്നതിനെ പറ്റി ഒരു തേങ്ങാക്കൊലി അറിയാത്ത കുറേ എന്താ പറയുക വെറും കാട്ടങ്ങളായിട്ട് അങ്ങ് ജീവിച്ച് മരിക്കുക. അത്രയേ ഉള്ളൂ സംഖ്യകളെ കൊണ്ട് ഇപ്പം നമ്മുടെ രാജ്യത്ത് പറ്റുന്നൊരു കാര്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടവർ അത് ചെയ്തിട്ട് കാണുക. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് തരാം. ബൈ.